തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിൽ യോഗം ചേരാനിരിക്കെ സജീവ നീക്കങ്ങൾ ബിജെപിക്ക് നിർണായകമാവുകയാണ്. കാപ്പ കേസിൽപ്പെട്ട് ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതൻ അയോഗ്യനാക്കപ്പെടുന്നത് ഒഴിവാക്കാൻ ബിജെപി അടിയന്തര നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. അഭിഭാഷകർ മുഖേന മേയർക്ക് സുഗതന്റെ അവധി അപേക്ഷ സമർപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇത്തരമൊരു നീക്കത്തിന് നിയമസാധുത ഇല്ല എന്നാണ് പ്രതിപക്ഷത്തു നിന്നും SP ദീപക് പറയുന്നത്. വാഴോട്ടുകോണം കൗൺസിലർ ആർ സുഗതനുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കുറച്ചധികം നാളുകളായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ പൊതുജനങ്ങൾക്ക് അറിവുള്ളതാണ്. ഇപ്പോഴത്തെ ഈ വെള്ളിയാഴ്ച അടുത്ത കൗൺസിൽ യോഗം ചേരാൻ പോവുകയാണ്. അതായത് സുഗതൻ ഇല്ലാത്ത മൂന്നാമത്തെ കൗൺസിൽ യോഗം. പക്ഷേ ആ ഒരു യോഗം ചേരുന്നതിന് മുന്നോടിയായിട്ട് തന്നെ അഭിഭാഷകൻ മുഖേന ഒരു കത്ത് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ ആർ സുഗതൻ. ഇപ്പം ആ ഒരു അയോഗ്യനാക്കുക എന്നുള്ള ഒരു നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നതുപോലെയല്ലേ ഇത്? അങ്ങനെയൊന്നും ചെയ്യാനായിട്ടുള്ള നിയമസാധ്യത ഇല്ലല്ലോ നമ്മുടെ മുമ്പിൽ. ഇപ്പോൾ 6 മാസത്തേക്കാണ് ഡീറ്റെയിൻ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായിട്ട് ഇതുമ്പോൾ മൂന്നാമത്തെ കൗൺസിലാണ് വരാതിരിക്കുന്നത്. 90 ഡേയ്സ് കഴിഞ്ഞ് സാധാരണഗതിയിൽ മുനിസിപ്പൽ ആക്ട് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ ആ മെമ്പർഷിപ്പ് ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണ് ചെയ്യുന്നത്. അത് കോർപ്പറേഷൻ സെക്രട്ടറിയാണ് അതിൻ്റെ നടപടി എടുക്കേണ്ടത്. അതിന് പരാതി കൊടുക്കാനുള്ള അവകാശം നമുക്കെല്ലാം ഉണ്ട്. കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഈ കാപ്പ കേസിനകത്ത് പ്രതിയായിട്ടുള്ള ഒരു പ്രതിക്ക് യാതൊരു വിധത്തിലുള്ള ആനുകൂല്യങ്ങളും കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും 6 മാസത്തേക്ക് ഇനിയിപ്പോൾ സുഗതൻ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തെ ഓട്ടോമാറ്റിക്കായിട്ട് ടെർമിനേറ്റ് ചെയ്ത് പോവുകയാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ സംഭവിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ബേസ്ലെസ് ആയിട്ടുള്ള ആർഗ്യുമെന്റ്സ് ഇപ്പോൾ ഇവർ മേയറുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട്. ലീവൊന്നും കൊടുക്കാൻ വേണ്ടിയിട്ട് അതങ്ങനെയൊന്നും നിലനിൽക്കുന്നതല്ല. അങ്ങനെയൊന്നും ലീവ് കൊടുക്കാൻ ഒരാളെ ഒരു കൗൺസിലറായിട്ട് വന്നതിന് ശേഷം ഞാൻ 6 മാസത്തേക്ക് ലീവ് എടുത്ത് ഗൾഫിൽ പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ ഈ പറയുന്ന കണക്ക് ഇത് അതിനെക്കാട്ടിലും വളരെ സ്ട്രോങ് ആയിട്ടാണ് ഈ പറയുന്ന കണക്ക് തന്നെ ഒരു ഡീറ്റെയിൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. മുന്നോട്ടുള്ള CPMന്റെ ഒരു നടപടി എന്തായിരിക്കും? ഏത് തരത്തിൽ ഇതിനെ പ്രതിരോധിക്കാനാണ്? അല്ല, നിയമം നടപ്പിലാക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. നിയമം നടപ്പിലാക്കിയില്ലെങ്കിൽ ഒരു ജനാധിപത്യ സമൂഹത്തിനകത്ത് നമ്മൾ ശക്തമായിട്ടുള്ള പ്രതിഷേധങ്ങൾ കൊണ്ടുവരേണ്ടി വരും. നിയമം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് മറ്റ് കോടതികളെ സമീപിക്കേണ്ടതായിട്ട് വരും. അത്തരം കാര്യങ്ങളിലുമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോകും. സുഗതനെ സംരക്ഷിക്കാനുള്ള BJPയുടെ നീക്കത്തെ ശക്തമായിട്ട് തന്നെ എതിർക്കാനാണ് CPMന്റെ ഒരു തീരുമാനം. നിയമപരമായി തന്നെ അതിന് മുന്നോട്ട് പോകാനുള്ള ഒരു നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ്. ഇന്ദുലേഖ രേണു, മാതൃഭൂമി ന്യൂസ്.